Wanna love you like we're dreaming, and we'll never stop believing. Wanna ever have this feeling all for you. Oh, I do. Like a bluebird with a song. Oh, I can't help but sing along. It's like a river, wild and free. 'Cause I could do anything if you're with me. Wanna അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആകാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇതുപോലെ ഞങ്ങളുടെ പാപങ്ങളിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തിയതായിരുന്നേ. ദൈവമേ, അങ്ങയുടെ അനുഗ്രഹം പ്രതീക്ഷിച്ചു വന്നിരിക്കുന്ന ഈ ദാസിയെ അങ്ങയുടെ അജഗണത്തിൽ ചേർക്കുകയും പ്രസാദവരത്താൽ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിച്ച് പിതാവെന്ന് അങ്ങേ വിളിക്കുവാനും ശിശു അർഹയായി തീരട്ടെ. ഈ കൂദാശയോഗ്യതയോടെ പരികർമ്മം ചെയ്യാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നയിക്കും. അട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ ദൈവമേ, എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ജീവന്റെ ദൈവത്തെ കാണുവാൻ എൻ്റെ ആത്മാവ് ദാഹിക്കുന്നു. എന്റെ ആത്മാവെ, നീ എന്തിനാകുലപ്പെടുന്നു? നീ എന്തിനെ വിഷാദിച്ചുഴലുന്നു? നീ ദൈവത്തെ ആശ്രയിക്കുക. പകൽ ദൈവം തന്നെ അനുഗ്രഹം വർഷിക്കും, രാത്രിയിൽ ഞാൻ അവിടുത്തെ സ്തുതിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവാൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് അരുളി ചെയ്ത കർത്താവേ, നിന്റെ കരുണയേറിയ വാഗ്ദാനം ഈ ദാസിയിൽ പൂർത്തിയാക്കണമേ. നിന്റെ ദാനം വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും എന്നതിനേക്കാൾ ശിശുക്കൾക്ക് നീ നൽകിയിരിക്കുന്നുവല്ലോ. നിന്റെ കൃപയാൽ മാമോദീസ ജലത്തിലൂടെ പാപക്കറകൾ കഴുകി ശിശു പുതുജന്മം പ്രാപിക്കട്ടെ. നിന്റെ മോദി ശരീരത്തിലെ അവയവമായി തീരുന്ന ഈ ദാസി ഉദാശികളുടെ സ്വീകരണം വഴി ആത്മീയവും ശാരീരികമായി വളരുവാനിടയാകട്ടെ. ഈ ദാനത്തെ പ്രതി ദാസിയോട് ചേർന്ന് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. തലതൊട്ടപ്പനും തലതൊട്ടം ഉത്തരം പറയുക. പിശാചിന്റെ അടിമത്തിൽ നിന്ന് മോചിതയാകുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? പാപവും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ? ഈശോ മിശിഹായെ നിന്റെ രക്ഷകനായി സ്വീകരിക്കുന്നുവോ?
ഈ അഭിഷേക തൈലത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മരിയ മുദ്രിതയായിരിക്കുന്നു. ആമേൻ. When I wake, you're all I need. സർവാധിപനാം കർത്താവേ, ഈശോ ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. സർവ്വേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാലനാം സർവ്വേശ, സമാധാനം നമ്മോടുകൂടെ. അവൻ രാത്രി യേശുവിന്റെ അടുത്ത് പറഞ്ഞു, അങ്ങ് ദൈവത്തിൽ നിന്നൊരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്ത അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ എന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. നിക്കോദമോസ് ചോദിച്ചു, പ്രായമായ മനുഷ്യന് എങ്ങനെ സാധിക്കും? അമ്മയുടെ തരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവനെ ജനിക്കാൻ കഴിയുമോ? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ എന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും. നിങ്ങൾ വീണ്ടും ജനിക്കണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട. കാറ്റ് അനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അത് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ ജനിക്കുന്ന ഏവരും. ായിരുന്ന ഈ ശിശുവിനെ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ കൃപയുണ്ടാകണമെന്ന് അപേക്ഷിക്കാം. ജനത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ലാതെ അരുളി ചെയ്ത കർത്താവെ, മാമോദിസായിലെ വീണ്ടും ജനിച്ച ദേവപുത്രിയാകുവാനുള്ള വരം ഈ ശിശുവിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദാസിക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ആലയമായി തീരാൻ ആഗ്രഹിച്ച നിന്റെ മക്കൾ എത്തിയിരിക്കുന്ന ഈ ശിശുവിനെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിളിക്കപ്പെട്ട ഈ ശിശുവിനെ ആത്മീയവുമായ എല്ലാ നന്മകളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രകാശവും നാടിന്റെ സേവനം മാതൃകയുമാകും വിധം ഈ ശിശുവിനെ വളർത്തിവാൻ വേണ്ട അവരുടെ മാതാപിതാക്കൾക്ക് നൽകണമെന്ന് ജ്ഞാനസ്ഥാന പിതാക്കൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തലവനായ അവരുടെ പ്രസിദ്ധ പിതാവുമായ ഞങ്ങളുടെ സഭയുടെ ഞങ്ങളുടെ അതിരുവിധ കൃഷ്ണ ഞങ്ങളുടെ പിതാവും ആയ പീറ്റർ മെത്രാനെയും മറ്റെല്ലാ മെത്രാനായ അന്യ നന്മ നൽകി അനുഗ്രഹിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരും പിതാവിനും പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. വിശ്വാസം നോക്കിയിട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കാം. പരിഗണനമായി കാർമേൽ നൽകി വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ നിന്ന് മൗനമായി പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. നാഥനായ ദൈവത്തിന് നമുക്ക് ആരാധനയും സ്തുതിയും സമർപ്പിക്കാം. ഗ്രാമസൂചിതനെ ആശീർവദിക്കുമാറാകട്ടെ. ശിഹായുടെ പീഡാനുഭവത്തിന്റെയും ഉയർത്തിന്റെയും പ്രതീകമായ മാമോദീസായുടെ പരികർമ്മത്തിനായ ആരാധനമായ തൃത്വത്തിന്റെ നാമത്തിൽ ഈ തൈലം പൗത്രീകൃതമാകട്ടെ. ഈ
ഈ തൈലം ഞങ്ങൾക്ക് ജീവന്റെ അടയാളമായി തീരട്ടെ. അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോ മിശിഹായിലൂടെ പൂർത്തീകരിക്കപ്പെടുന്ന മാമോദീസ വഴി ഞങ്ങൾക്ക് പരിപൂർണമായ വിശുദ്ധിയും സ്വർഗ സൗഭാഗ്യവും അവിടുത്തെ പൗരോഹിത്യത്തിൽ പങ്കാളിത്തം ലഭിക്കുമാറാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പാപമോചകമായ മാമോദീസായ അമർത്യതയുടെ അടയാളമാകുവാൻ ഈ തൈലം വിശുദ്ധ മൂറോൻ കൊണ്ട് മുദ്രിതമാവുകയും ശുദ്ധീകരിക്കപ്പെടുകയും പരസ്പരം കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്താൽ പൗത്രീകരിക്കപ്പെട്ട ഈ തൈലം കൊണ്ട് അഭിഷിക്തമാകുന്ന അങ്ങയുടെ ദാസരെയും ശിഹായുടെ രാജകീയ പൗരോഹിത്യത്തിൽ പങ്കുകാരാക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാകുവാനും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ യോർദാനിൽ വെച്ച് മാമോദീസ സ്വീകരിച്ചപ്പോൾ ഈശോയുടെ മേൽ ഇറങ്ങി വസിച്ചവനും മനുഷ്യപ്രകൃതി നവീകരിക്കുന്നതുമായ പരിശുദ്ധാത്മാവ് ഈ ജലത്തിൽ ഇറങ്ങി വസിക്കട്ടെ. ഇവിടുന്ന് ആവസിക്കുന്ന ഈ ജലത്തിൽ സ്നാനപ്പെടുന്നവർക്ക് രക്ഷ ലഭിക്കുമാറാകട്ടെ. ശരീരത്തിലും ആത്മാവിലും പൗത്രീകരിക്കപ്പെട്ട അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാകുന്നു. മാമോദീസായുടെ പാപമോചനം നൽകി ആത്മീയ ജന്മം നൽകുന്ന ഒരു പുതിയ ഉദരമായി തീരുവാനും ജലം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധ തൈലത്തോടെ കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ അരുവിയാൽ പൂജിതരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്ക് എല്ലാവർക്കും Amen.
അതിനൊരുക്കമായി അദ്ദേഹം തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും ക്രമവുമായി പ്രാർത്ഥിക്കാം. ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. ഒന്ന് അവളുടെ ബർത്ത്ഡേ, പിന്നെ അവളുടെ ലാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഡേ പോലെ. ഇന്നത്തെ ആ ബർത്ത്ഡേ സെലിബ്രേഷന് അവള് ഉണ്ടായ ഒരു ദിവസം ഞാൻ തോന്നുന്നു സന്തോഷം. കാരണം അവനുണ്ടായപ്പോ നാട്ടിലായിരുന്നു, പിന്നെ കുറെ നാളങ്ങനെ ഒറ്റയ്ക്ക് ഒന്നിച്ചായിരുന്നു. 12 വർഷത്തോളമായി. 10 വർഷം 12 വർഷം ആ ഒരു ഇതില്
പിന്നെ ഇവളുടെ ഒരു ഇതെന്ന് വെച്ചാൽ ലൈറ്റപ്പായി ശരിക്കും ഫാമിലി കംപ്ലീറ്റ് ആയി എന്ന് തന്നെ പറയാം. അപ്പൊ അതില് എന്തായാലും ഭയങ്കര സന്തോഷം. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വെച്ചു ബാപ്റ്റിസം ബർത്ത്ഡേ എല്ലാം കൂടി ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി. സന്തോഷം, നല്ല സന്തോഷം. ഫാമിലി മൊത്തം സന്തോഷം. അതോടൊപ്പം ദൈവത്തിന് നല്ലൊരു ഫംഗ്ഷൻ ആയിരുന്നു. എന്തായാലും എല്ലാത്തിനും നമ്മുടെ ഇടവപ്പള്ളി വെച്ച് നടത്താനും അതിനുശേഷം ഇവിടെ റോളക്സ് ഓഡിറ്റോറിയത്തിൽ നടത്താനും പിന്നെ എല്ലാത്തിനും ഏറ്റവും ഫസ്റ്റ് ദൈവത്തിന് നന്ദി പറയണം. പിന്നെ ബാക്കി ഓരോരുത്തരോട്ടും ആരൊക്കെയാണ് വന്ന സഹകരിച്ച എല്ലാവർക്കും ഭയങ്കര സന്തോഷം. Well, hello, little baby. Your eyes have never seen the sun. You should know, little baby, that I am the lucky one. I get to be the one to hold your hand. I get to be the one through birthdays and broken bones. എല്ലാവർക്കും ഒരു വലിയ 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 നമസ്കാരം. നല്ലൊരു നമസ്കാരം വിഷ് ചെയ്യാൻ വലിയ നല്ലൊരു കുട്ടിയുടെ വായിച്ചിട്ട് കൈയടിയാവാം കേട്ടോ. നിങ്ങളുടെ കൈയടിയിലെ എനർജി എത്രത്തോളം ഉണ്ടെന്ന് എനിക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു കൈയടി ആവട്ടെ, നോക്കട്ടെ. കേൾക്കുന്നില്ല? ഓക്കെ എനർജറ്റിക് ആയിട്ടുള്ള ക്രൗഡാണ്. ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ്. സോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആസ് എ സെഡ് ഇനീഷ്യലി ടുഡേ ഇസ് എ വെരി സ്പെഷ്യൽ ഡേ അല്ലേ. ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ആണ്. എസ്പെഷ്യലി ഫോർ ജോഷി ആൻഡ് ടിമ ആൻഡ് ദെയർ ഫാമിലി മെമ്പേഴ്സ്. അവരുടെ ആ ഒരു ഫാമിലിക്ക് തന്നെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണ്. വി ആർ ഹിയർ ടു സെലിബ്രേറ്റ് ദി എന്താ പറയാ നമ്മുടെ കുഞ്ഞു എസ്ലിയുടെ മാമോദീസ ബാപ്റ്റിസം സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഗ്യാദർ ചെയ്യുന്നത്. Through birthdays and broken bones, I'll be there to watch it grow. I get to be the one. How does someone so small hold my heart so tightly? I don't even know you. I love you completely. ഇവരുടെ റിട്ടയർഡ് പ്രൊഫസർ ആണ്. ആൻഡ് റാണി ആന്റി വളരെ അടിപൊളിയായിട്ടുള്ള ഹോം മേക്കർ ആണ്. ഇവരുടെ ഫാമിലി എല്ലാവരെയും ഹാപ്പി ആയിട്ട് കീപ്പ് ചെയ്യുന്നത് റാണി ആന്റി ആണ്. പക്ഷേ ഇറ്റാലിയുടെ ബ്രോഡ് പാരൻസ് ആയതുകൊണ്ട് മാത്രമല്ല, ഇവർക്ക് വേറെ സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. ഇവരുടെ എന്റെ ഫാമിലിയിൽ തന്നെ റോൾ മോഡൽസ് ആണ് രണ്ടുപേരും ദൈവിക കാര്യങ്ങളിൽ കേട്ടോ. പള്ളി ആ ഒരു കാര്യങ്ങളിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ലാതെ എല്ലാം കറക്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രണ്ടുപേരാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിൽ നിങ്ങളുടെ ഫാമിലിയിലെ റോൾ മോഡൽസ് അല്ലേ അവര്. തീർച്ചയായും അതെ, നല്ലൊരു കൈ കൊടുക്കാം കേട്ടോ. ഈ ഒരു തിരക്കേറിയ കാലഘട്ടത്തിലും അങ്ങനെ റോൾ മോഡൽസ് ആയിട്ട് ഇരിക്കാന്ന് പറയുന്നത് നോട്ട് എ സിമ്പിൾ തിങ്. സോ പ്ലീസ് കൈ ഫോർ ഒരിക്കൽ കൂടി ഗംഭീരമായിട്ട് കൈയടിച്ചൂടെ, നല്ലൊരു കൈയാവാം കേട്ടോ. ഓക്കെ, ഇപ്പോ നമ്മൾ കാണാനായിട്ട് കാത്തിരുന്ന those happy faces are finally here on the stage. ഇനി നമ്മൾ എക്സൈറ്റ്മെന്റ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരു ചെറിയ ചെറിയ ചടങ്ങുകളിലേക്ക് കടക്കാം. So we all know that നമ്മുടെ ലൈഫിൽ ഏറ്റവും നല്ല നല്ല കാര്യങ്ങൾ ബിഗിൻ ചെയ്യുന്നത് പ്രകാശത്തിന്റെ ഐശ്വര്യത്തിലൂടെയാണ്. ലൈറ്റിംഗ് സെറമണി കേട്ടോ. ഇവിടെയും നമ്മൾ ക്യാൻഡിൽ ലൈറ്റിംഗ് സെറമണിയിലൂടെ തന്നെയാണ് എസ്എൽഇയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തുടക്കം കുറിക്കുന്നത്. 'Cause now I'm moving on, yeah, I'm moving on. And there's a place that I've dreamed of, where I can free my mind. I hear the sounds of the season and lose all sense of time. I'm moving far away.
ആദ്യമായിട്ട് നിനക്ക് അനിയത്തി വേണമെന്നായിരുന്നോ അനിയൻ വേണമെന്നായിരുന്നോ ആഗ്രഹം? അനിയത്തി തന്നെയായിരുന്നു ആഗ്രഹം. അങ്ങനെ ആഗ്രഹിച്ച് കിട്ടിയതാണ് SRA അല്ലേ? സോ മമ്മിയുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ആദ്യമായിട്ട് SRAയുടെ ആ ഒരു ക്യൂട്ട് ഫേസ്, മുഖം കാണുന്ന സമയത്ത് എന്താണ് ഫീൽ ചെയ്തത്? എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ എടുക്കണമെന്നൊക്കെ തോന്നി. പക്ഷെ ആദ്യം ഒരു തന്നില്ല. പിന്നെ ആദ്യം നേരെ SRAയുടെ കൊടുത്തില്ല, പിന്നെ എടുത്തു അല്ലേ? പിന്നെ എടുത്തു. ഓക്കെ. സോ ഏകദേശം പറയാനാണെങ്കിൽ ഭയങ്കര സാധാ കുട്ടികളെ പോലെയല്ല. ഒബീഡിയന്റ് ആയിട്ടുള്ള ഒരു ബോയാണ്. അത് മാത്രമല്ല ഭയങ്കര ഫുട്ബോൾ ലവറാണെന്ന് കേട്ടല്ലോ. ഫുട്ബോൾ ലവറാണോ? ആണല്ലേ? അങ്ങനെയാണെങ്കിൽ മെസ്സിയോ റൊണാൾഡോ ആരെ ഇഷ്ടം? റൊണാൾഡോ ആണല്ലേ? റൊണാൾഡോ ഫാൻസ് ആണ് കൂടുതലും. ഓക്കെ. 12 വയസ്സാവുമ്പോ SRAക്ക് നമ്മുടെ ഏതൊരു ബിഗ് ബ്രദർ ആണ് അല്ലേ? ബിഗ് ബ്രദർ ആണ്. അപ്പൊ നീ SRAനെ പ്രൊട്ടക്ട് ചെയ്യോ? എല്ലാം ചെയ്യും. സച്ച് എ ക്യൂട്ട് ബ്രദർ. നല്ലൊരു കൈയ്യടി കൊടുക്കാം. ഓക്കെ. ഇനിയൊരു സിബ്ലിംഗ് വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഇനിയില്ല. ഒരാൾ മതി. സിസ്റ്റർ മതി. ഒരു ബ്രദർ കൂടി വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഇല്ല. ഒരാൾ മതി. ഒരാൾ മതി. ഉള്ളതിനെ നല്ലപോലെ പ്രൊട്ടക്ട് ചെയ്ത് സ്നേഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ. ഈ ഒരു മൊമെന്റിൽ പപ്പയോട് മമ്മയോട് എന്തെങ്കിലും പറയാനുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അവര് എല്ലാം ചെയ്യുന്നു. എല്ലാം ഹാപ്പി ആയിട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ഈ ഒരു ക്യൂട്ട് ഫാമിലിയുടെ ഈ ഒരു ഹാപ്പിനെസ് ഇതേപോലെ തന്നെ ലൈഫിലും നിലനിൽക്കട്ടെ അല്ലേ? നമ്മുടെ ഏതിന്റെ വേർഡ്സിന് ഏതിന്റെ ഈ ഒരു സ്നേഹത്തിന് ശരിക്കും SRA ഭയങ്കര ലക്കിയായിരിക്കും. അടിപൊളിയായിട്ടുള്ള ചേട്ടനെ കിട്ടും. വലുതായി കഴിയുമ്പോൾ ഇവന്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കുറച്ചുകൂടി മെച്ചൂർഡ് ആവും, കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. നല്ലൊരു കൈഡി കൊടുക്കാം. ഓക്കെ. ഇനി ഗ്രാൻഡ് പാരന്റ്സ്, ഗോഡ് പാരന്റ്സ്, സിബ്ലിംഗ്സ് എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഏതിൽ കട്ട് ചെയ്തിട്ട് ഏതിലെ ഇവരിൽ ആരാണോ ഏറ്റവും ഇഷ്ടം അവർക്കായിരിക്കും ഫസ്റ്റ് ബൈറ്റ് കൊടുക്കേണ്ടത് കേട്ടോ. ജോഷി സാറാണ്. ജോഷി സാറിനെയാണ് ഏറ്റവും ഇഷ്ടമെങ്കിൽ ആദ്യത്തെ ബൈറ്റ് ആർക്ക് കൊടുക്കണം? ജോഷി സാറിന് കൊടുക്കണം. ഇനി അമ്മയാണ് ഏറ്റവും ഇഷ്ടമെങ്കിൽ ആദ്യത്തെ ബൈറ്റ് ആർക്ക് കൊടുക്കണം? അമ്മയ്ക്ക് കൊടുക്കണം. നമുക്ക് നോക്കാം ഇവർ ആദ്യത്തെ ബൈറ്റ് ആർക്കാ കൊടുക്കാൻ പോകുന്നത്. So let's start with ഞാൻ 3, 2, 1 എന്ന് കൗണ്ട് ചെയ്യുമ്പോൾ you can cut this delicious cake. So let's start with 3, 2, 1 and here we go. Please put your hands together for the beautiful family. Everything that we'll ever need. So take my hand, all the places we'll go. Let's run away to the great unknown. Great unknown.
ഇവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്നതാണ്. ആക്ച്വലി they have just completed 13 years of togetherness. കേട്ടോ, നല്ലൊരു കൈയ്യടി കൊടുക്കാം. 13 വർഷത്തെ ആനിവേഴ്സറി നമ്മളിവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. Can you please hands free ആയിട്ടുള്ളവരാണെങ്കിൽ നല്ലൊരു കൈയ്യടി കൊടുക്കാം for the 13 years of togetherness, for the 13 years of happiness. അങ്ങനെ നോക്കുമ്പോൾ ഇന്റർനാ മാമില് ജോഷി സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ? മാമിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിക്കോട്ടെ, ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, മാം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന അല്ലെങ്കിൽ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ? എല്ലാം തുറന്നു പറയും. എല്ലാം തുറന്നു പറയൂ. ഓപ്പൺ ഓപ്പൺ. നേരെ തിരിച്ച് ഒന്നും നടക്കുന്ന പോലെ നമുക്ക് സംസാരിക്കും അല്ലേ? ഒന്നും നടക്കുന്ന പോലെ സംസാരിക്കും. ഓക്കെ, ഇനി ഈ 13 വർഷത്തില് ജോഷി സാറിന്റെ ഏതെങ്കിലും ഒരു സ്വഭാവത്തിൽ സ്ലൈറ്റ് ആയിട്ടുള്ള ചേഞ്ച് വരുത്താം അങ്ങനെ തോന്നിയ എന്തെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടാവും? ദുബായിൽ താമസിക്കുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് രണ്ട് സ്ഥലത്തിനും പോകുമ്പോൾ അത് അത്ര നമുക്ക് കിട്ടില്ല. ഇപ്പോൾ എത്ര വർഷമായിട്ട് അത് കറക്റ്റായിട്ട് പോകുന്നു ഫാമിലി. ഓക്കെ, ഇവിടെ ഇന്റർനാ മാമിന് എന്തെങ്കിലും ഒരു കാര്യം സ്ലൈറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാം എന്തെങ്കിലും സജഷൻ ഉണ്ടോ? ഇല്ല, എനിക്ക് ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. അത്രേ ഉള്ളൂ. ഒന്നും മാറിയില്ലെങ്കിലും വേണ്ടിയില്ല, ഇതേപോലെ തുടർന്ന് പോയാൽ മതി, അത്രേ ഉള്ളൂ. അപ്പോ ഈ ഒരു കപ്പിളിലെ ഹാപ്പിനെസ് ഈ ഒരു ബോണ്ടിങ് കണ്ടിട്ട് ചുമ്മാ അങ്ങനെ വെറുതെ വിടാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. രണ്ടുപേർക്കും അടിപൊളിയായിട്ടുള്ള ഒരു കപ്പിൾ ഗെയിം നമുക്ക് കൊടുക്കാം കേട്ടോ. 13 വർഷത്തിന് മുന്നേ കപ്പിൾ ഡാൻസ് കളിക്കാനോ കപ്പിൾ ഗെയിം കളിക്കാനോ ഒന്നും നിങ്ങളുടെ കല്യാണത്തിന് അവസരം കിട്ടിയിട്ടുണ്ടാവില്ല. നമുക്ക് ആ ഒരു കുറവ് ഇന്നത്തെ ഒരു ദിവസം പരിഹരിക്കാം. ഐ നീഡ് 2 chairs. എനിക്ക് 2 ചെയർ വേണം. ഓക്കെ, സോ ഇന്റർനാ മാം, വാട്ട് ഡു യു പ്രിഫർ, പിങ്ക് ഓർ ബ്ലൂ? പിങ്ക് വേണം, ബ്ലൂ വേണം? പിങ്ക് മതി. ഇവിടെ അപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല, ബ്ലൂ. വിച്ച് മീൻസ് പിങ്ക് ഫ്ലവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇന്റർനാ മാഡത്തിനെയാണ് ആൻഡ് ബ്ലൂ ഫ്ലവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ജോഷി സാറിനെയാണ്. ഗെയിം എന്താന്ന് വെച്ചാൽ അറിയാത്തവർക്ക് വേണ്ടി ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ഇവരോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും ആൻഡ് ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സിന് നിങ്ങളിൽ ആരാണോ ഏറ്റവും അനുയോജ്യരായിട്ടുള്ളവര് അവരവരെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഫ്ലവർ വേണം റേസ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ചോദിക്കുന്നതിന്റെ ആൻസർ ജോഷി സാർ ആണെങ്കിൽ ജോഷി സാറിന്റെ കളർ ആയിരുന്നു ബ്ലൂ. അപ്പൊ ബ്ലൂ ഫ്ലവർ വേണം റേസ് ചെയ്യാൻ. ആൻസർ ഈസ് ഇന്റർനാ മാം, ദെൻ പിങ്ക് ഫ്ലവർ വേണം റേസ് ചെയ്യാൻ. സിമ്പിൾ. ചോദിക്കട്ടെ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഷുഗീം എപ്പോഴും എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ക്ലീഷേ ക്വസ്റ്റ്യൻ വെച്ചാണ്. ഇവിടെയും ആ ഒരു ക്ലീഷേ ക്വസ്റ്റ്യൻ ഞാൻ തെറ്റുവരുത്തുന്നില്ല. ഹൂ ഈസ് ദി മോസ്റ്റ് കെയറിംഗ് പേഴ്സൺ അമംഗ് യു? നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായിട്ട് കെയർ ചെയ്യുന്നത്? ആൻസേഴ്സ് ഷുഡ് ബി സ്പോണ്ടേനിയസ് കേട്ടോ. പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യണം. ഓ, ഇന്റർനാ മാം ആണ്. നല്ലൊരു കൈയ്യടി കൊടുക്കാം. എവ്രി ആൻസർ ഡിസേർവ്സ് എ ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ്. അതൊന്ന് നല്ല കൈയ്യടി കൊടുക്കണം. ഇനി നമ്മൾ ട്രാക്കിലേക്ക് കടക്കുകയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് പെട്ടെന്ന് റേസ് ചെയ്യണം കേട്ടോ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൂ ടേക്സ് ലോങ്ങർ ടു ഗെറ്റ് റെഡി? എവിടെയെങ്കിലും പോകുമ്പോൾ ഒരുങ്ങാനായിട്ട് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് ആരാണ്? ഓ, മാമിന് വേണ്ടി എഴുതിയ ക്വസ്റ്റ്യൻ പോലും ഉണ്ടല്ലേ, നല്ലൊരു കൈയ്യടി കൊടുക്കുക. തേർഡ് ക്വസ്റ്റ്യൻ, ഹൂ സെഡ് ഐ ലവ് യു ഫസ്റ്റ്? നിങ്ങളിൽ ആരാണ് ആദ്യം ഐ ലവ് യു പറഞ്ഞത്? രണ്ടാണെങ്കിലും ഒരുമിച്ച് ഐ ലവ് യു പറയാം. അത് എനിക്ക് മനസ്സിലായില്ല. എന്നാലും മാരേജ് അറേഞ്ച് ആയിക്കോട്ടെ, ലവ് ആയിക്കോട്ടെ, നിങ്ങൾ മാരേജ് ഒക്കെ ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ നോർമലി എല്ലാവരും ഒരു ഐ ലവ് യു പറയും കേട്ടോ. നിങ്ങൾ അതുപോലെ പറഞ്ഞില്ലേ? അടിപൊളി. ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര നാൾക്ക് ശേഷമായിരുന്നു കല്യാണം? 1 വർഷം സമയം ഉണ്ടായിട്ട് ഒരു ഐ ലവ് യു പോലും പറഞ്ഞില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹൗ അൺറൊമാന്റിക് യു ആർ. എനിവേ, ഹു ഈസ് മോർ ലൈക്ലി ടു സ്റ്റാർട്ട് ആൻ ആർഗ്യുമെന്റ്? ഒരു വഴക്കിന് തുടക്കം കുറിക്കുന്നത് ആരായിരിക്കും എപ്പോഴും? തിരിഞ്ഞു നോക്കരുത് കേട്ടോ, ജോഷി സാർ തിരിഞ്ഞു നോക്കരുത്. ഓൾറെഡി നോക്കി. ഇനി ആൻസേഴ്സ് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, തിരിഞ്ഞു നോക്കരുത്. തിരിഞ്ഞു നോക്കിയാൽ ക്വസ്റ്റ്യൻ ഫൗൾ അടിക്കും, പിന്നെ ചോദ്യങ്ങൾ ചോദിച്ചോണ്ടേ ഇരിക്കും കേട്ടോ. ഓക്കെ, മതി. ഹു ഈസ് ദി ബിഗർ ബേബി ദെൻ സിൻ? ഈ
വയ്യാതൊക്കെ ആവുമ്പോ കുഞ്ഞു വാവകളെ പോലെ ഇങ്ങനെ ചെറിയ മക്കളെ പോലെ ബിഹേവ് ചെയ്യുന്നത് ആരാണ്? പനി വരുമ്പോ വയ്യാതെ ആവുമ്പോ നല്ലൊരു കാര്യമായിക്കോട്ടെ കേട്ടോ. ഇനി തിരിഞ്ഞു നോക്കണ്ടോന്നേ ഞാൻ പറഞ്ഞുതരാം. ഹു ഹാസ് എ ബെറ്റർ ടേസ്റ്റ് ഇൻ മ്യൂസിക്? നിങ്ങളിൽ ആർക്കാണ് പാട്ടൊക്കെ ഏറ്റവും ഇഷ്ടം? പാട്ട് കേൾക്കാൻ രണ്ടാൾക്കും ഇഷ്ടമാണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ പോകുന്നത് കേട്ടോ. Who is more likely to forget important dates? പ്രധാനപ്പെട്ട തീയതികൾ മറക്കുന്നത് ആരാണ്? പ്രധാനപ്പെട്ട ഡേറ്റ്സ് തീയതികളൊക്കെ വേഗം വേഗം മറന്നു പോകുന്നത് ആരാണ്? ആനിവേഴ്സറി, ബർത്ത്ഡേ എല്ലാം ജോഷി സാറാണ് കേട്ടോ. എനിവേ, who is the most romantic person in you? നിങ്ങൾ ആരാണ് ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക്? ആരും റൊമാൻറ്റിക് അല്ല, രണ്ടുപേരും റൊമാൻറ്റിക് ആണ്. ഓക്കെ, അങ്ങനെയായിരുന്നു. ഇനി who spends more time on their phone? മൊബൈലിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ആരാണ്? പൊക്കിക്കോ, പൊങ്ങട്ടെ അങ്ങോട്ട്, നല്ലൊരു കൈയാവാം. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who is the better dancer? നിങ്ങൾ ആരാണ് ഏറ്റവും നന്നായിട്ട് ഡാൻസ് കളിക്കുന്നത്? ഓക്കെ, ഇജിന മാമാണ്. Who is more stubborn? Stubborn, ഒരു കാര്യത്തിൽ ഇങ്ങനെ ഉറച്ച് മാറാതെ വശി. ജോഷി സാർ അതെ സെയിം തന്നെ. ഇവര് നമ്മൾ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണോ. 13 years ആയില്ലേ, മേബി അതാവും. ഇനി who is more likely to make a spontaneous purchase? അതായത് ഒരു കാര്യം വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് പോയി പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഒരു മെന്റാലിറ്റി ആർക്കാ കൂടുതൽ? ഇപ്പൊ ഒരു വള വേണം, അല്ലെങ്കിൽ ഒരു ലിപ്സ്റ്റിക് വേണം, അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ഒരു ഷൂസ് ആയിക്കോട്ടെ, പാന്റ് ആയിക്കോട്ടെ, അപ്പൊ തന്നെ പോയി വാങ്ങണം. അങ്ങനെ ആരും എനിക്ക് ചിന്തിക്കാം? അങ്ങനെ ആരുമില്ല. രണ്ടാളും ആലോചിച്ചിട്ടേ ചിന്തിക്കുള്ളൂ. Who has better driving skills? രണ്ടാളും ഡ്രൈവ് ചെയ്യോ? ഡ്രൈവ് ചെയ്യില്ല. അപ്പോൾ ജോഷി സാറിനാണ് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ പ്രസന്റ് ചെയ്യുക. ഇനി who is more likely to binge watch a series? സീരീസ് ഒക്കെ കാണാനായിട്ട് ഏറ്റവും ഇഷ്ടം ആർക്കാണ്? സീരീസ് കാണുമോ? കാണില്ല, ജോഷി സാർ കാണത്തില്ല. ഓക്കെ, ഇനി who is more likely to stay late? ഒരുപാട് നേരം ഇങ്ങനെ ഉണർന്നിരിക്കും, ഉറങ്ങാതെ ലേറ്റ് ആയിട്ട് ഉറങ്ങുന്ന ആരാ? ആവശ്യമുള്ള പോലെ. ഇവര് ന്യൂലി വെഡഡ് കപ്പിൾ അല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ഈ ക്വസ്റ്റ്യൻസിലൊന്നും പ്രസക്തിയില്ല. എന്നാലും ചോദിക്കാം, who is more likely to plan a surprise? ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്യാനായിട്ടൊക്കെ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ആരായിരിക്കും? എപ്പോഴെപ്പോഴും സർപ്രൈസ് തരുന്നത് ആരായിരിക്കും? ആരും തരാറില്ലേ ജോഷി സാർ സർപ്രൈസ് ഒന്നും? രണ്ടുപേരും ഒരുപോലെ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, who loves the other more? നിങ്ങൾ ആരായിരിക്കും പരസ്പരം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്? ഇനി എന്റെ ഭാഗത്തുനിന്ന് 2-3 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. രണ്ടുപേരിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ പേഷ്യൻസ് ഉള്ളത്? ക്ഷമ. രണ്ടുപേർക്കും ഒരേപോലെയാണ്, അത് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടുപേരിൽ ആരാണ് ഷോർട്ട് ടെമ്പേർഡ്? ജോഷി സാറാണല്ലേ. Suffered more than you, my friend, and so I'll fight. Beat you
ocean.